പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു 6:45 ആയപ്പോൾ ഞാനൊന്ന് ഉണർന്നേ. അന്നേരം നല്ല വെളിച്ചമുണ്ട്. എന്നാൽ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇവിടെ വന്നു. ഞാൻ പല്ല് തേക്കാൻ ബ്രഷ് എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര കാറ്റും ഭയങ്കര മഴയും. ഞാൻ അതേപോലെ ബ്രഷ് അവിടെ വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു. പിന്നെ ഉറങ്ങി. പിന്നെ ഞങ്ങൾ 9 മണി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇപ്പം കണ്ടു നല്ല വെയിലെന്ന് വെച്ചാൽ ഈ ആണ്ടിൽ മഴ പെയ്ത ലക്ഷണമില്ല, അതുപോലെ വെയില. ചായ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ചായ ഇട്ടൊന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല. ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, മോനുകൊണ്ട് അത് മതിയെന്ന് ചോദിക്കാം. പിന്നെ ഉച്ചക്കലത്തേടെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട്. ചിക്കൻ എടുത്ത് കറി വെക്കണം. പിന്നെ നമ്മളെ ഉലുവയുടെ ഇല വാങ്ങിച്ചില്ല, അതും ഒന്ന് ഒഴിച്ചുകൂട്ടാൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. കാലിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന്. അത് നല്ല വേദനയെന്ന് വെച്ചാൽ അതിഭയങ്കര വേദന. കഴിഞ്ഞ ദിവസം കറണ്ട് പോയി. ഞാൻ പറഞ്ഞ കറണ്ട് ഇല്ലായിരുന്നുകൊണ്ട് പാലെടുത്ത് ഞാൻ രാത്രി കാച്ചി വെച്ചിട്ടാണ് ഇന്നലെ നമ്മൾ രാവിലെ ചായയൊക്കെ ഇട്ടത്. ആ പാലാണ് ഇരുന്നത് കേട്ടോ. ഇന്നലെ ചായ ഇട്ടതിന് ബാക്കി കുറച്ച് പാലും കൂടെ ഉണ്ടായിരുന്നു. അതാണിത്. നോക്കാം. കുഴപ്പമില്ല. അറിയാതെങ്ങാണ് ഇത് കാല് മുട്ടിയാൽ അന്നേരം വേദനയാണ്. വെപ്രാളമാണ് വേദന വന്നിട്ട്. ഒരിക്കട്ടോ ഇന്നലെ ആ കത്രി എടുത്തോണ്ട് പോയിട്ടാ ഇതുണ്ട്. നല്ല പട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ പരാജയപ്പെട്ടു. നീ കുക്ക് വന്നിട്ട് ചോദിച്ചു എന്ത് ചെയ്യാൻ കത്രി. അതിന് എപ്പോഴാ ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നതേ ഉള്ളൂ. അത് തട്ടിപ്പോയി. ചിക്കൻ ഉണ്ടാക്കാം. വാർത്ത കൊള്ളത്തില്ല, എല്ലാവർക്കും കൊടുക്കണം. അമ്മമ്മയ്ക്ക് വിളിച്ചിട്ട് കൊടുക്കണം. വാർത്ത അമ്മമ്മയ്ക്ക് എത്ര പോലെ. ഇന്നലെ വറുത്ത് തന്നല്ലോ. പിന്നെന്തോ ഇത് നമുക്ക് കറിയോ കേട്ടോ. ഇന്ന് സൺഡേ സ്കൂളില്ല കേട്ടോ. ഇന്ന് സൺഡേ സ്കൂളില്ല. അടുത്ത ആഴ്ച എന്തായാലും പോവാം. ഈ മഴയാണ് നമ്മളെ ചതിക്കുന്നത്. മഴയത്ത് 2 വീലറിലുള്ള യാത്ര, അത് എന്തൊരു കാറ്റായിരുന്നു. ഭയങ്കര കാറ്റ്. രാവിലത്തേടൊപ്പം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഉച്ചയ്ക്ക് നമുക്ക് ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം. കഴുകിയിട്ടിരുന്ന തുണിയെല്ലാം പെറുക്കിക്കൊണ്ടിട്ടു. പിന്നെ ചോറിച്ചിരി ഇരുന്നത് ഞാൻ വാർത്തിട്ടു. ചിക്കൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തും നിങ്ങളൊക്കെ ചോദിക്കത്തില്ല, ഇതെന്തെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്താ പറയുന്നത്, പൈപ്പിൻ്റെയും വയറിങ്ങിൻ്റെയും കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട് പണിയുടെയൊക്കെ ബാക്കി വന്നതൊക്കെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ഇതെല്ലാം അത് തന്നെയാണ്. പിന്നെ പെയിന്റ് ബാക്കി വന്നത്, അതൊക്കെ വീട് പണിയുടെ സാധനങ്ങളാണ്. പിന്നെ അത് തറ തുടയ്ക്കാനുള്ള തുണികളൊക്കെയാണ്. തറയിൽ തുടയ്ക്കാനല്ല, നമ്മളിങ്ങനെ അടുക്കളയിലൊക്കെ ചവിട്ടാൻ തുണികൾ ഇടുമല്ലോ, അങ്ങനെ പഴയ തുണികൾ കുറച്ചൊക്കെ ബെഡ്ഷീറ്റും അങ്ങനെയുള്ള കട്ടിയുള്ള തുണികൾ പഴയതാവുന്നത് ഞാൻ അങ്ങനെ വെച്ചേക്കുവാൻ.
അതവിടെ വെച്ചേക്കണം. അതിനെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ ഇത് നമ്മുടെ ആ ബാഗിൽ ഇങ്ങനെ ഒരു കവറിങ് പോലെ വെച്ചിട്ടില്ല, അതിൻ്റെ ബാക്കി പ്ലാസ്റ്റിക് ആണ്. അതൊക്കെ ഇവിടെ ഇരുന്നതാണ്. ഞാനതൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഒതുക്കി തൂത്ത് വാരിയിട്ട് ഇനി തുണികൾ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടോട്ട് കയറാനൊക്കത്തില്ല, മൊത്തം ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തൂത്തിട്ടിട്ട്, എല്ലാം ഒന്നും പെറുക്കുന്നൊന്നുമില്ല, എനിക്ക് വയ്യ. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് തൂത്തും വാരിയിട്ടിട്ട് അടുക്കളയിലോട്ട് കയറാം എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ആ വേദന എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എങ്ങനെ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒക്കുന്ന അത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് മോനിക്കുട്ടിന് നേരത്തെ വിശപ്പ്. അതുകൊണ്ട് ഞാൻ എളുപ്പം ഒന്ന് തൂത്ത് വാരിയിട്ട് അടുക്കള കയറാം കേട്ടോ. ഗുളിക കഴിച്ചു, അവിടുത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയിലോട്ട് കയറിയതാട്ടോ. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വാർത്തിട്ടു. ഇനി ചിക്കൻ കറി വെക്കാനും മോര് കാച്ചാനുണ്ട്. നമുക്ക് ആ ഇല തോരൻ വെക്കാം, അതാ നല്ലത്. മോര് കറി ഇല്ലെങ്കിൽ മോനിക്കുട്ടിനകത്തൊരു സുമാറില്ല, ചോദിക്കും. അതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. കുറച്ച് വെളുത്തുള്ളി ഇരിപ്പുണ്ട്, അത് കേടാകാൻ തുടങ്ങി. അത് നമുക്ക് വൃത്തിയാക്കി എല്ലാം ചതച്ച് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചതച്ച് വെക്കത്തില്ലേ, അങ്ങനെ വെക്കണം. ഇന്നതൊരു പണിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കളഞ്ഞൊന്നും എടുക്കത്തില്ല. അത്യാവശ്യം ചെറുതൊക്കെ അങ്ങനെ അങ്ങ് ഇടും കേട്ടോ. എന്നിട്ട് കഴുകി എടുക്കുകയാണ് പതിവ്. ആ ഉച്ചയ്ക്ക് വിശക്കുമ്പോ പിന്നെന്തോ ചെയ്യും? ഉച്ചയ്ക്ക് വിശക്കുമ്പോഴേ എന്നോട് വഴക്കിട്ടിട്ട് കാര്യമുണ്ട്. ഇപ്പൊ കറി വെക്കാൻ പോവാം, മോര് കാച്ചണം, തോരൻ വെക്കണം, ജോലിയുണ്ട് അമ്മയ്ക്ക്. കഴിഞ്ഞിട്ട് കിടക്കണം അമ്മ, കാലങ്ങ് വേദന എടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചു കുക്കറിനകത്തോട്ട് ഞാൻ ഒഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ തന്നെ വറുത്ത് കഴിക്കാൻ കൊതി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വറുത്ത് കൊടുത്തത്. ഇന്നും വറുക്കാൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്നും കൂടെ വറുക്കാനും ശരിയാവില്ല. കാരണം ഈ ചോറിൻ്റെ കൂടെ ഇച്ചിരി കറി കഴിക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല അമ്മയ്ക്ക് ഇച്ചിരി കൊടുക്കണം. അപ്പോൾ കറി വെക്കുമ്പോഴാണ് നല്ലത് അല്ലേ.
ചെറുപയർ ഞാൻ ഇങ്ങനായിട്ട് വേവിക്കാൻ വെച്ചേട്ടാ, വേവട്ടെ. തീ കുറവ് മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വെച്ചു. പയർ തീരും വെച്ചു. കരണ്ടെങ്ങാനും പോയാലും സൈഡിൻ്റെ നമുക്കൊന്ന് കാട്ടിക്കൊണ്ട് വച്ചേക്കാം. ഓടി കാച്ചുന്ന കാര്യം ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച ഇച്ചിരി വെച്ചിരുന്നേ. പോയാൽ ഇനി ഇതിന് വീണ്ടും എടുക്കണം. ചതച്ചിട്ടില്ലെങ്കിൽ എടുത്ത് അങ്ങ് കളയാം, അതുകൊണ്ടാണ് ഈ ചതച്ച് ചേർക്കുന്നത് കേട്ടോ. അവിടെ ജോലി കാണും, അയൽക്കൂട്ടം കാണും, അതൊക്കെ കഴിഞ്ഞ് വരും. ഓരോ വെക്കാം. ചിക്കൻ മസാല ചേർത്ത് ലേശം മുളക്, അധികം വേവിച്ചാൽ ഇവിടെ യുദ്ധം നടക്കും. ചിക്കൻ ഞാൻ വിസിലടിക്കാതെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, അത് ഒന്നുകൂടെ ചൂടാക്കാനായിട്ട് വെച്ചേട്ടോ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയുമാണ് ഞാൻ തോരനായിരിക്കുന്നത്. പച്ചമുളക് എരിയുള്ളതായതുകൊണ്ട് 2 എണ്ണ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ചിക്കനൊക്കെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഇതിലൂടെ കടുവാക്കി ഇട്ട് ഇച്ചിരി അമ്മയ്ക്ക് കൊടുക്കാം. അത് വേണം ഞാൻ കറി കൊടുത്തു വിടാനായിട്ട്. 1 മണി ആവുന്നതേ ഉള്ളൂ. ഇനി കുടിച്ചിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടിന് വിശപ്പാണെങ്കിൽ കൊടുക്കാം, ഞാൻ കുടിച്ചിട്ട് വന്നിട്ട് കഴിക്കും. പാത്രമൊക്കെ കഴുകാനുണ്ട്, കൂട്ട് വാരാനുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടുള്ളൂ. നമ്മുടെ തോരൻ റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ഇച്ചിരി പറ്റാൻ വേണ്ടി ഞാൻ ഗ്യാസ് ഓണാക്കിയതാ കേട്ടോ. തുണികൾ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് എല്ലാം എടുത്ത് വിരിച്ചു. കുറേ തുണികൾ വെളിയിൽ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, അതും കഴുകി എടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കറിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ തുണിയൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി ഒന്ന് കുളിച്ച് വരാം. മണിക്കുട്ടൻ അതുകൊണ്ട് അമ്മമ്മയുടെ ഇതിലോട്ട് പോയിട്ടുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്ന സാധനമാണിത്, ഉലുവയില തോരൻ വെക്കുന്നത് കേട്ടോ. ഉലുവില്ലാതെ കേട്ടോ ഞാൻ വെച്ച് ഭയങ്കര കയ്പൊക്കെ കാണത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ടൊന്നും പറയുമല്ല. അടുക്കളയിൽ സിങ്കൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി ഞാനും ഒന്ന് വൃത്തിയായി വരാൻ പ്രിയങ്ങളെ കേട്ടോ.
കണ്ട ഇവിടെ എല്ലാം ഇനി ക്ലീൻ ചെയ്യണം, തറയെല്ലാം തൂത്തുവാരണം, പാത്രം കഴുകാൻ പോവാണ്. നോക്കുന്നിടത്തെല്ലാം എനിക്ക് ജോലിയാ പ്രിയങ്ങളെ. പാത്രമെല്ലാം വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ദാ നമ്മുടെ പാത്രം കഴുകുന്നതിൻ്റെ അടിയിൽ കുറേ വലിയ പാത്രങ്ങളും ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി എല്ലാം പെറുക്കി അടുക്കി വെച്ചു. അപ്പോഴത്തേക്ക് ദേ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ചോറ് വേണ്ടേ? അച്ചാച്ചി ചോറുണ്ടോ? ഇതെന്തുവാ? ചക്കക്കുരു ഇളക്കിയിട്ട് അവിടെ ഒഴിക്കരുത്, അവിടെ നീച്ചു. ഞാനേ അത്രേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ചോറുണ്ണട്ടെ. ജാനിക്കുട്ടി ഇപ്പൊ വന്നിരുന്ന് വരച്ച പടവാ കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ജാനിയോട് ഞാൻ പറഞ്ഞു, മാമി പോയിട്ട് വാ മാമി, ഞാൻ ഇവിടെ ഇവിടെ കിടക്കണം. കൈ മതി പോലെ കുഞ്ഞിനെ പിടിച്ചോ. ഞാൻ കേൾക്കാത്തല്ലോ. ടാറ്റാ ഉമ്മ. ആ ടാറ്റ. കുഞ്ഞോനെ എടുത്ത് മാമി. ആ നല്ലതാ കുഞ്ഞോനെ. ഞാൻ നോക്കിക്കോളാം. ഓ വയ്യോ അമ്മ കല്ലോട്ട് പോ. നീ വയ്യ പൊന്നോ, എനിക്ക് നടക്കാൻ വയ്യ. ടാറ്റ. എല്ലാവരും പോയി, ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. ചാച്ചാൻ വന്നതാണ്. മഴക്കോളാട്ടോ. ചാച്ചി ഉറങ്ങി, വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ വരാമേ. ടാറ്റാ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈവ് പോയി ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. വീണ്ടും ലൈവിൽ വന്നു. സുചേച്ചി എന്നെ പിടിച്ചിട്ട് വീണ്ടും ലൈവിൽ കയറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇച്ചിരി അതിനിടയ്ക്ക് ചോറ് വെച്ച് കേട്ടോ. ലൈവ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് അരിയൊക്കെ തിളപ്പിച്ച് വെച്ചു. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനുണ്ട്. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കിടന്നെങ്കിലും നടന്നില്ല. വയ്യാഴ്ച കൊണ്ട് ഞാനങ്ങ് ഉറങ്ങി. അപ്പം ഇനി വീഡിയോയും എഡിറ്റ് ചെയ്ത് അതൊക്കെ പോസ്റ്റ് ചെയ്ത് നമുക്ക് അത്താഴമൊക്കെ കഴിച്ച് കിടക്കാം. അത്താഴം കഴിക്കാൻ സമയമായി വരുന്നുണ്ട് കേട്ടോ, 7:30 പിന്നെ നമ്മുടെ ലൈവിൻ്റെ ഇടയ്ക്ക് ഇത്തവണ, കഴിഞ്ഞ ലൈവിൽ കുഴപ്പമൊന്നുമില്ല, ഇത്തവണ ചില കീടങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. കീടങ്ങളെന്ന് പറയാൻ പറ്റില്ല, കൂതറകളായിട്ടുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ അവർ പ്രതീക്ഷിച്ച് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചായിരിക്കും ലൈവിൽ വരുന്നത്. കാരണം അവരങ്ങനെ കണ്ടതല്ലേ ശീലമുള്ളൂ. പക്ഷെ ഇവിടെ അതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി. ഒന്നും പറയാനൊന്നും നിന്നില്ല കേട്ടോ. പോയി. ഒരുപാട് സംസാരിക്കാനും പ്രതീക്ഷിച്ച് നിൽക്കാനും ഒന്നും സമയമില്ലായിരുന്നു. അടുത്ത ലൈവിൽ കയറണ്ടേ, അപ്പം അങ്ങ് പോയി. നമ്മൾ എന്താ പറയുന്നത്, എല്ലാവരെയും ഒരേ കണ്ണോടെ കണ്ടിട്ട് കാര്യമില്ല. ചിലർക്ക് ചിലർ ലൈവിന് വരുന്നതും സബ്സ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവരതിന് നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ അവിടെ നിന്ന് തരും. അപ്പം അങ്ങോട്ട് പോയിക്കൂടെ? എന്നെപ്പോലുള്ള പാവങ്ങളെയൊക്കെ നിങ്ങൾ വന്ന് തലകുത്തി നിന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണമെന്നൊന്നും ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല.
ലൈവിൽ വരുമ്പോൾ അതാണ് പ്രശ്നം. മാങ്ങാ പൂളി തന്നെത്താനെ കഴിച്ചു. ഞാൻ ഇമ്മിണിയെ എടുത്ത് കഴിച്ചു. ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേക്കുവായിരുന്നു. എന്നിട്ട് ഉപ്പിലിട്ട് വെച്ചേക്കുന്നു. എന്തി ഉപ്പിലിട്ട് ഉണ്ടോ? ഉപ്പിലിട്ട് വെച്ചേക്കുവാ ഫ്രിഡ്ജിൽ. ഓക്കേ. എന്തോ എന്തോ ഒന്നുമില്ല. ഉച്ചയ്ക്ക് മോനുകൂട്ട മോരുകഞ്ഞി കുടിച്ചതിൻ്റെതായിട്ടുള്ള വിശപ്പും ദാഹമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാൻ ചോറ് വാർത്തിടട്ടെ പ്രിയങ്ങളെ. ചോറ് വാർക്കട്ടെ, മാറങ്ങോട്ട്. ഇല്ല, ഇപ്പം ഇടാം. അതല്ല, അത് ചൂട്. അയ്യോ, ചൂടാന്നേ, കൈ പൊള്ളിക്കല്ലേ. ലൈവ് പോയത് കാരണമാണ് 4 മണി ചായയും പോപ്കോണും ഒന്നും കാണിക്കാൻ. ചേട്ടാ, ചായയുടെ കൂടെ ഒന്നും കഴിക്കാനില്ലായിരുന്നു. പോപ്കോൺ ഉണ്ടാക്കി കഴിച്ചു. കഞ്ഞിവടം വേണോ? എല്ലാവരും മുഖം എന്തോ ഇങ്ങനെ എന്തോ ഇടുമ്പിച്ചിരിക്കുന്നേ. കാരണം ഒരു നീർക്കോട് പോലെ കണ്ടു. കുറഞ്ഞു ഉറക്കമായിരുന്നു. ഉച്ചയ്ക്ക് ഞാനങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ടാണ് എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലൈവ് വന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. മോനിക്കുട്ടോ, മോനിക്കുട്ടോ വാ. കലക്കിയിട്ട് എപ്പോഴും മോരുകറി എടുക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു ഞായറാഴ്ചയും കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അടുത്ത മുടി വെട്ടിക്കണമെന്ന് വിചാരിച്ച മുത്ത് വന്നപ്പോ പക്ഷെ നടന്നില്ല. ഒരു കോഴിക്ക് 2 കാലേ ഉണ്ടെന്ന് എത്ര വട്ടം ഞാൻ എൻ്റെ മോനി കുട്ടികൾ പറഞ്ഞു. ഒന്ന് ഞാൻ വറുത്ത് തന്നു, ഒന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ തോരൻ. ചിക്കൻ ഇച്ചിരി ചാറ് ഒഴിക്കട്ടെ. ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ്. കഴിക്കട്ടെ പ്രിയങ്ങളെ കേട്ടോ. ലൈവിൽ വന്ന് നല്ല വാക്കുകളും സ്നേഹമൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സന്തോഷം. പിന്നെ നമുക്ക് ഈ കമൻറ്റുകൾ ഒത്തിരി വരുമ്പോൾ ചിലതൊക്കെ മിസ്സായി പോകുന്നതാണ്. മനഃപൂർവ്വം ആരുടെയും പേര് ഒഴിവാക്കുന്നതല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പം നിറയെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ പറയാം കേട്ടോ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.